വെറുതെ സ്റ്റോറി അനുമോൾ കണ്ടു എന്നാണ് പറയുന്നത്. അനുമോൾ എന്ത് കണ്ടു പറയൂ, എന്ത് കണ്ടു? പതിപ്പിന്റെ അടിയിൽ എന്താ കണ്ടത് നിങ്ങൾ? എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ എന്ത് കാണും? നിങ്ങൾ ഇതുവരെ പറഞ്ഞല്ലോ, എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മില് ഫേസ് കൊണ്ട് കിസ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. ഇന്നലെ കണ്ട ബിഗ് ബോസിലെ രംഗങ്ങളാണ് ശനിയാഴ്ച. അത് വളരെ ചൂടേറിയ വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടത്. അത് തുടർന്നും കാണുക. അപ്പോൾ ഈ ബിഗ് ബോസ് സീസണിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രേക്ഷകർക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ, പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും എല്ലാം മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും. അതുപോലെ തെറ്റ് ചെയ്യുന്നവരെ ശരി ചെയ്യുന്നവരെയൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഹൗസിനകത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കൈവിട്ട് പോകാം. അപ്പോൾ അവരെ തെറ്റെന്ത് ശരിയെന്ത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂള് പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മനസ്സിലാക്കുന്നത്. കാരണം അത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് കൈമോശം വരാം, യഥാർത്ഥ ജീവിതത്തിൽ പോലും ചിലപ്പോൾ തെറ്റുപറ്റാം. അപ്പോൾ പോയ വാക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതേ പറയാവൂ. അങ്ങനെയുള്ള പല നാടകീയ രംഗങ്ങൾ ഈ 2 ദിവസത്തെ ഈ ആഴ്ചയിലെ ബിഗ് ബോസിൽ കാണാം. അങ്ങനെ മോഹൻലാൽ എന്ന നടൻ, മോഹൻലാൽ ബിഗ് ബോസിൻ്റെ അവതാരകൻ, അദ്ദേഹം വളരെ പ്രശംസനീയമായി അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തിരിക്കുന്നു. കാണുക. ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. ഞങ്ങളെ കള്ളം പറയാണോ? ഞാൻ കണ്ടതാണ് പറയുന്നത്. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു. ഇത് 100-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അത് എനിക്കറിയില്ലെന്നാണ് പറഞ്ഞാൽ അതാണ് ആൻസർ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയ വർഷം പറയട്ടെ. ഞാൻ കണ്ട കാര്യം പറയുന്നേ. അനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്നാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. എനിക്ക് കിടക്കുന്നത് എന്റെ ബെഡിനോട് എനിക്ക് കിടക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. പുതുതായിട്ട് വന്ന ഐവർ സംഘം, വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവർ, അവരിൽ ഇതിൽ ലക്ഷ്മി എന്ന് പറയുന്ന സൂപ്പർവൈസർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് അവരുടെ ഡ്യൂട്ടി വാഷിംഗ് സൂപ്പർവൈസറായിരുന്നു. അവർ ആര്യൻ്റെ വസ്ത്രം എടുത്ത് താഴെ ഇട്ടു എന്നാണ് അതിൻ്റെ ന്യായീകരണമാണ് ഇവിടെ നടക്കുന്നത്. എടുക്കേണ്ട സ്ഥലത്ത് ഡിസിഷൻ എടുക്കാതിരിക്കുക, ഒഴിഞ്ഞു മാറുന്ന ഒരു ക്യാരക്ടറായിട്ട്. അതറിഞ്ഞില്ല സാർ. അനീഷ് ആന്റണി, അദ്ദേഹത്തെ പറയാം ബിഗ് ബോസിലെ ഡീസന്റ് ജെന്റിൽമാൻ. ചിലപ്പോൾ ലേറ്റ് ആവും. ഇപ്പൊ അന്നത്തെ ദിവസം അനുമോൾക്ക് ഹോട്ട്സ്റ്റാറിന്റെ പായസം ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കിച്ചൺ ലേറ്റ് ആയി. അനുമോളുടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് പയ്യെ മുറിയിൽ കയറുന്നത്. അപ്പൊ പറയട്ടെ, അത് കഴിഞ്ഞ് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തോ ഒരു രസമാണ്. വൈൽഡ് കാർഡായി വന്ന ഇവർ സംഘത്തിലെ മസ്താനി എന്ന് പറയുന്ന അവർ മറ്റുള്ളവരെ കരയിപ്പിക്കുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ റെനയുടെ ഫാമിലിയുടെ കാര്യം എടുത്തിട്ടു, ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടു, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേൾക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബിഗ് ബോസ് പറയുന്നവരെ നിങ്ങൾ കേട്ടില്ല. ആ പെട്ടി ഞങ്ങൾ എടുക്കാം. അങ്ങനെ മസ്താനിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മോഹൻലാൽ. അതൊക്കെ ഒരു വളരെ മുന്നറിയിപ്പുകളാണ്. എന്തായാലും അടുത്തത് എവിക്ഷൻ പ്രോസസ്. ശൈത്യ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരി പെൺകുട്ടിയുടെ എവിക്ഷനോടുകൂടി ബിഗ് ബോസ് ഇവിടെ അവസാനിച്ചു. അടുത്ത എപ്പിസോഡുമായി കാണാം വീണ്ടും.